2005 അമേരിക്ക വിസ നൽകാതെ ബാൻ ചെയ്ത വ്യക്തിയാണ് മിസ്റ്റർ നരേന്ദ്രമോദി. പക്ഷേ അദ്ദേഹം ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് ഇന്ന് അമേരിക്കയിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല, അതിലുപരി നല്ലൊരു ഡിപ്ലോമാറ്റാണെന്നും ഒരു ലോക നേതാവാണെന്നും അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം UN നടത്തിയ പ്രസംഗത്തിലൂടെ അത് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ടെററിസം തുടങ്ങി ലോകരാജ്യത്ത് ഇപ്പോഴുള്ള ദാരിദ്ര്യം വരെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് കൂടണം. ലോകരാഷ്ട്രങ്ങളുടെ ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ഇന്ന് ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല വിപത്തുകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുകയുള്ളൂ എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അതിനുവേണ്ടി ഇന്ത്യ ലോകരാജ്യങ്ങളോട് ഒരുമിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറാണെന്നും, കൂടാതെ ലോകം ഒരു കുടുംബം, അതായത് വസുദൈവ കുടുംബകം എന്ന സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇന്ത്യക്കാരെന്നും അദ്ദേഹം ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണം, വളരെ ഊഷ്മളമായ സ്വീകരണം, മുൻ പ്രധാനമന്ത്രിമാർക്ക് ആർക്കും ലഭിക്കാത്ത തരത്തിലുള്ള ഒരു വരവേൽപ്പാണ് അദ്ദേഹത്തിന് ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയർ ഓഡിറ്റോറിയത്തിൽ നൽകുകയുണ്ടായത്. അമേരിക്കയുടെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ അമേരിക്കൻ ഇന്ത്യൻസ്, അതുപോലെ കാനഡയിൽ നിന്നെത്തിയ അമേരിക്കൻ ഇന്ത്യൻസ്, ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് നൽകിയ സ്വീകരണം ജനഹൃദയങ്ങളിൽ ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള ഒരു രംഗമായിരുന്നു. അദ്ദേഹം അവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹം തന്നു. ആ സ്നേഹം ഞാനത് കടമായി എടുത്തുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങളുടെ സ്വപ്നത്തിൽ ഇരിക്കുന്ന ഒരു ഇന്ത്യയെ ഞാൻ നിങ്ങൾക്കായി മടക്കി തരും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ അദ്ദേഹം നൽകിയ പല വാചകങ്ങളും ജനങ്ങൾ വളരെ കരഘോഷത്തോടെ, വളരെ ഹർഷ ആരവത്തോടു കൂടിയാണ് സ്വീകരിക്കുകയുണ്ടായത്. ഉദാഹരണത്തിന്, ചുവപ്പ് നാടകൾ മാറ്റി നിങ്ങൾക്കായി ചുവപ്പ് പരവതാനി ഞാൻ വിരിക്കും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ജനങ്ങളെ ആകർഷിച്ചിരുന്ന പാമ്പാട്ടികൾ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ ഇന്ന് ഇന്ത്യക്കാർ മൗസിലൂടെ ലോക ജനങ്ങളെ ആകർഷിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അതിനെല്ലാം ഉത്തരവാദി നിങ്ങളാണ്, ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം ഒരു ആഹ്വാനം നൽകി, മേഡ് ഇൻ ചൈന, മേഡ് ഇൻ ഇന്ത്യ എന്ന് നമ്മളത് മാറ്റണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ചിലപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇതിലൂടെ ഇന്ത്യയുടെ എക്കോണമി വളരെ വലുതാക്കാനും ലോകരാജ്യങ്ങളിൽ തന്നെ ഏറ്റവും ഒന്നാമത്തെ സാമ്പത്തിക രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റാനും അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിലുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് നൽകിയ സ്വീകരണം ത്തിലൂടെ എനിക്ക് മനസ്സിലായത്, ഇവിടുത്തെ ജനങ്ങൾ, അമേരിക്കൻ ഇന്ത്യൻസ് അദ്ദേഹത്തിൽ ഒരുപാട് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു എന്നാണ്. മറ്റൊരു കാര്യം, അദ്ദേഹം തികഞ്ഞ ഒരു രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അദ്ദേഹം തൻ്റെ കഴിവ് വളരെ വ്യക്തമായി തെളിയിച്ച ഒരു വ്യക്തിയാണ്. ആശയപരമായി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായി എനിക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ അംഗീകരിക്കുകയാണ്. പുള്ളി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായി ഇരുന്ന കാലത്തിൽ ഗുജറാത്തിൽ ഉണ്ടായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ അതുപോലുള്ള ഒരു വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ എല്ലാ ആശംസകളും ഞാൻ ഈ അവസരത്തിൽ നൽകുകയാണ്. മറ്റൊരു കാര്യം, ഇതിപ്പം ഏത് രാഷ്ട്രീയക്കാരും പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകുന്നു, അതൊക്കെ പാലിക്കപ്പെടണോ പെടാതിരിക്കുമോ ഒന്നും നമുക്ക് അറിയത്തില്ല. നമുക്കിതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും എല്ലാ ആശംസകളും ഞാൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ നേരുകയാണ്.